നമ്മൾ ഉൾക്കൊണ്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നമുക്ക് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു 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 അനുഗ്രഹം തന്നെയാണ്. ബിക്കോസ് എന്താ പറയുക, അത്രയും ടഫായിട്ടൊരു ടോപ്പിക്കിന് വളരെ എളുപ്പത്തിൽ നമുക്കത് പറഞ്ഞു തരാം. കാരണം ഇത് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ +2 ഞാൻ പഠിക്കുന്ന സമയത്ത് 12th സ്റ്റാൻഡേർഡ് മാത്സ് വളരെ ടഫുള്ളൊരു എക്സാം ആയിരുന്നു. CBSE തന്നെ വളരെ ടഫുള്ള ഒരു ഒരു പേപ്പറായിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് സെൻട്രൽ ബോർഡിൽ നിന്ന്. പക്ഷേ 100ൽ 93 മാർക്ക് മേടിച്ചിട്ടാണ് ഞാൻ ആ എക്സാം പാസ്സായത്. കാരണം ഒരുപാട് പേര് എക്സാം കഴിഞ്ഞിട്ട് എക്സാം ഹോളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇത് എന്ത് എക്സാം ആയിരുന്നു, ഇത് വല്ലാത്തൊരു എക്സാം ആയി പോയല്ലോ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ എങ്ങനെ ആലോചിച്ചു, പക്ഷെ എനിക്കത്ര കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് മെയിനായിട്ട് സാറ് നമുക്ക് പഠിപ്പിച്ച് തന്ന, അതായത് ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതിന് നമ്മൾ ആ ക്വസ്റ്റ്യനെ എങ്ങനെ ബ്രേക്ക് ചെയ്യും, ആ ക്വസ്റ്റ്യൻ്റെ ഓരോ പോർഷനായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിന് ആൻസർ കണ്ടുവെത്തണം. സോ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നതിന് പകരം ആ ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാനുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിപ്പിച്ചു തന്ന ഒരു സാറായിരുന്നു എനിക്ക് മാത്സ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അതൊരുപാട് ഇപ്പോൾ പ്രാക്ടിക്കൽ ലൈഫിലുള്ള എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ